ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ റൂബിനെ കുളിപ്പിക്കലാണ്. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഉല്ലാസാണ്. ഏ അപ്പോൾ റൂബി ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കാണണ്ടേ? കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ റൂബി. ഒരു സെക്കൻഡ് പോലെ വെറുതെ നിൽക്കില്ല. അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. ഗൈസ്, അപ്പോൾ രാവിലെ റൂബിക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ. കഴിക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ നിൽക്കണം, ഇല്ലെങ്കിൽ കഴിക്കുകയില്ല. അങ്ങനെയാണ്. കഴിക്കുമ്പോൾ ഒരാൾ എന്തായാലും അടുത്ത് വേണം ആളുടെ. നമ്മൾ കുളിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കെട്ടറും റൂബിനെ കുളിപ്പിക്കണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിണ്ട്. അപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല. കുറച്ച് മേലെ കയ്യില് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഷാമ്പു ഒഴിക്കുകയാണ്. ഇത് സ്ക്രബിൽ. ഓക്കെ, ഇനി ഷാമ്പു തേച്ച് കുളിപ്പിക്കാം. ഷാമ്പ് തേക്കുന്നില്ല തലയിലേക്ക്. സാധനം കിട്ടി. റൂബിനെ മര്യാദയ്ക്ക് കാണിച്ചു തരുന്നോണ്ട് കുഴപ്പമില്ല. റൂബി കാണിച്ചു തരുന്നോണ്ട് കുഴപ്പമില്ല ഗൈസ്. എടുത്ത് നമ്മളപ്പോൾ റൂബിനെ ഷാമ്പു തേച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കുറച്ച് നേരം നിർത്തണം. അത് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഒരു 5-10 മിനിറ്റ് നിർത്തിയാൽ മതി. റൂബി, ഷാമ്പു തേച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയി. ഇനി കഴുകി കളയാം. കഴുകിയിട്ട് അപ്പോൾ ഓക്കെ, കുളി കഴിഞ്ഞു. ഇനി തുറച്ചു കൊടുക്കാം. ചങ്ങലൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അതായി അപ്പോൾ കുളി കഴിഞ്ഞു. തുടച്ചു കൊടുക്കാണ്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടേ കെട്ടി കയറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രോമം കൊഴിയും, കുറച്ച് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. ആളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് കൂട്ടി കയറ്റണം. അപ്പോഴേക്കും ഞാൻ പോയി കൂട് കഴുകിയിട്ട് വരാം ഗൈസ്. അപ്പം ഇനിയും ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു പൈപ്പ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് പിടിച്ചപ്പോൾ മിണ്ടാതിരിക്കും ആൾ. അപ്പോൾ നമുക്കിനി ബ്രഷ് ചെയ്ത് കൊടുക്കാം. റോബി, നടക്കണ്ട. ഇതാ കൈയൊക്കെ തരുന്നുണ്ട് ഗൈസ്. ഇതാ അതാ പൈപ്പ് എടുത്തോ. ഇവിടെ അവിടെ ഇരിക്കി. ഗുഡ്. ഓക്കെ, നമുക്ക് ഇവിടെ വാ റോബി. അവിടെ ഇരിക്കി. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇങ്ങനെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കടന്നു തന്നെ. അപ്പോൾ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ രോമമൊക്കെ കൊഴിഞ്ഞ് ഇതിൽ തന്നെ നിൽക്കും. കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ പോരും. ഗായ്സ്, അപ്പോൾ ആ റൂബി ഇവിടെ ഉണ്ട്. പൈപ്പും കടിച്ച് കിടക്കുകയാണ്. എന്താ പൈപ്പും കടിച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി നഖം വെട്ടി കൊടുക്കാം. പക്ഷെ ഒരു നഖം വെട്ടി കൊടുക്കാൻ കാണിച്ചു തരില്ല, അതാണ് മെയിൻ പ്രശ്നം. ഒതുങ്ങി നിൽക്കില്ല, കയ്യിലൊന്നും കാണിച്ചു തരില്ല നഖം വെട്ടാൻ. അപ്പോൾ ഇനി ശില്പനെ കൂടെ വിളിക്കണം പിടിക്കാൻ, എന്നിട്ട് നമുക്ക് നഖം വെട്ടാം അല്ലേ? അടുത്ത് നഖം വെട്ടി കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു പൈപ്പും കൈ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് നിൽക്കില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ ലാബ് പറയുമ്പോൾ ഉണ്ടാതിരിക്കും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ പട്ടിക്കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര വൃത്തിയാണ്. ആ പൈപ്പ് എടുത്തോ, പൈപ്പ് എടുത്തോ, പൈപ്പ് എടുത്തോ, ഇതെടുത്തോ അതെടുത്തോ. അവിടെ ഇരിക്കും. ഇനി മെഷീനൊക്കെ കയ്യിലുണ്ട്, തുടങ്ങാല്ലേ പണി. അവിടെ ഇരുത്ത്. ഫസ്റ്റ് നമുക്ക് ഇതിനോട് ഇരിക്കില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞങ്ങൾ വീഡിയോസിലൊക്കെ കുറേ പട്ടികളെ കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ഇരുന്ന് കയ്യൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇത് പിന്നെ ഇരിക്കില്ല. ഇതിനേക്കാളും വികൃതിയായിരുന്നു കുറച്ചും കൂടി ചെറുതായിരുന്ന സമയത്ത്. ഇപ്പൊ കുറച്ചെങ്കിലും ഒതുങ്ങിയതാണ്. നിങ്ങൾക്ക് വല്ല ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, എന്റെ നഖം വെട്ടി കൊടുക്കാൻ. കടന്ന് ഉരുളാണ് കൈ ഒന്ന് കാണിച്ചു തരണ്ടേ? പരിപാടി കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏകദേശം ഒരുപാടൊന്നും വെട്ടാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇത് കൊണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കോഴിന്റെ അടുത്ത സൗണ്ട് അടുത്ത് കേട്ടുകൊണ്ടിരിക്കാൻ ഇനി കോഴിനെ പിടിക്കാൻ ഓടാൻ നിൽക്കും. കോഴി ഇരിക്കി കൂട്ടിക്കറപ്പോ ഇരിക്കി 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 ചിരിക്കില്ല. ഇരിക്കും, കിടക്കും, പിന്നെ ഇരിക്കും, പിന്നെ ചെയ്തോണ്ടിരിക്കും. മതി, ഏകദേശം നമ്മള് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറ്റുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പം വൈകുന്നേരമായി. ഇനി റൂബിനെയും കൊണ്ട് നടക്കാൻ പോവാണ്. ഇതാ ശില്പി എന്തായാലും പോവാം. റൂബി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. കുറെ നേരമായി ആള് റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് പോവാം ഗായ്സ്. അപ്പൊ നമ്മൾ നടക്ക ഇറങ്ങി. ഇവിടെ പിന്നെ വലിയ വണ്ടിയൊന്നും ഈ റോട്ടിൽ വരാത്തോണ്ട് പിന്നെ ഭയങ്കര വിഷയമില്ല. വെയിൽ മാറിയിട്ടില്ല. റൂബി ഇതാ ഫ്രണ്ടിൽ തന്നെ നടക്കുന്നുണ്ട്, കാണിച്ചു തരാം. എന്താ ഗായ്സ്, റൂബി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയില് മാറിയിട്ടില്ല. ഞങ്ങൾ പൊതുവെ ഇവിടേക്കാണ് നടക്കാൻ വരിക. അതാ എന്താ നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് തന്നെ. നടക്കുന്നുണ്ട്, ബാ നടക്കൂ. ഇപ്പൊ തന്നെ കത്തിക്കാൻ തുടങ്ങി. വാ വാ. ആളിപ്പോ തന്നെ കത്തിച്ച് ഒരു വഴിയായി ഗായ്സ്. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. അവനറിയാം, അപ്പൊ പോവും. ഇവിടെയാണ് വന്നിരിക്കുക. ഇതാ റൂബി ബാക്കിൽ പാടങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇതാ റൂബി ഇവിടെ നോക്ക്. ആ ഓക്കെ, റൂബി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്ലേസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫി മെയിൻ സ്പോട്ട് ഗൈസ്. ഇതാണ് റൂബിന്റെ പ്രശ്നം. നടക്കുമ്പോൾ എല്ലാം പുല്ലും ചെടിൻ്റെ അടുത്തോടെ പോകും.
അപ്പൊ എൻ്റെ അടുത്ത് നിൽക്കണം. അങ്ങോട്ട് പോവാ. വാ പോവാ നടക്ക് വീട്ടിൽ പോവാ. വാ റൂബി, അതാണ് വിട്ടോ നമുക്ക് പോവാ. റൂബി ശരിട്ടാ. റൂബി ബൈ. ആ വിട്ടിട്ട് ഇങ്ങോട്ട് വാ. റൂബി യാ റൂബി ഇവിടെ നോക്ക്. എന്താ കാണിക്കാൻ പോയിരിക്കുന്ന അവിടേക്ക്? ഇവിടെ വാ. ഇനി വിട നമുക്ക് ഓടാം. വിട്ടിട്ട് ഇനി ഇവിടെ വിട്ടിട്ട് ഓടിയല്ലേ നമുക്ക്. നടന്നോ, ഞാൻ നടക്കണ്ട ഗൈസ്. ഇപ്പോഴെങ്കിലും ഇത്തിരിയെങ്കിലും ഇങ്ങനെ നടക്കണ്ടില്ല. അങ്ങനെയും കൂടെ ആയിരിക്കില്ല. നമ്മളെ വെച്ചിട്ട് ഓടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ്. അങ്ങനെ നടത്തം കഴിഞ്ഞ് വന്നപ്പോൾ വീടെത്തിയിട്ടുണ്ട്. നീ കൂട്ടി കയറണം. നീ കൂട്ടിലാക്കാം. ഓക്കെ വാ കൂട്ടി കയറി. അപ്പോൾ ആള് കൂട്ടി കയറി. ഇനി വൈകുന്നേരമായ രാത്രി ഫുഡ് കൊടുക്കണം, ഇരിക്കണം, അത്രയേ ഉള്ളൂ. ഇതാണ് റൂബിൻ്റെ ഡെയിലി റുട്ടീൻ. ഓക്കെ ബായ് പറ നമുക്ക് കൊണ്ട്. ബായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.